നദീറ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് എനിക്ക് സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് മുന്നോട്ടുണ്ടായിരിക്കണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എന്താണ് കാണിച്ചു തരാൻ പോകണമെന്ന് അറിയണ്ടേ? കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഒരു ക്യാരറ്റ് ഫ്ലവറാണ്. അതായത് ഒരു ക്യാരറ്റ് എടുത്ത് ഞാൻ ക്യാരറ്റിൻ്റെ ഫ്ലവർ ആദ്യം ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇത് വേറെ ഫ്ലവറാണ്. അപ്പോൾ ഒരു ക്യാരറ്റ് എടുത്ത് അതിനെ ഫസ്റ്റ് പീല് ചെയ്ത് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്തതിന് ശേഷം അതിനെ നമ്മൾക്ക് സ്ലൈസായി കട്ട് ചെയ്യണം. ഇത്ര വലിയ ക്യാരറ്റ് വേണ്ട കേട്ടോ. എനിക്ക് വലിയ ക്യാരറ്റ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ വലുതെടുത്തത്. ചെറിയ പീസ് മതി. അങ്ങനെ ഈ സ്ലൈസ് ചെയ്ത ക്യാരറ്റ് ഒരു 4 പീസ് എടുത്ത് കറക്റ്റ് സൈസിൽ കട്ട് ചെയ്യാം. ഇത്രയ്ക്ക് മതി. നാല് പെറ്റലിൻ്റെ ഫ്ലവറാണ് ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത്. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്കൊരു ചെറുതാക്കി കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ കൊണ്ടുവരാം. ഓക്കെ, സെയിം ഇതേപോലെ തന്നെ ഇതേ സൈഡിലും സെയിം വേണമെന്നില്ല, നമുക്ക് ഡിഫറെൻ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്ത് പിന്നെ സെൻറ്ററിൽ നിന്ന് ഒരെണ്ണം സൈഡ് അങ്ങനെ 4 എണ്ണം കട്ട് ചെയ്ത് നമ്മൾക്കതിനൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് എടുത്ത് ഇതുമ്മൽ കുത്തി ഇതിനെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ഇത് കിട്ടും. ഇതിനെ ഇങ്ങോട്ട് മടക്കി, അത് ഇങ്ങോട്ട് വേണമെങ്കിലും ഇങ്ങോട്ട് മടക്കാം, എങ്ങനെ വേണമെങ്കിലും ഇതുപോലെ ഒരു ഷേപ്പ് കിട്ടിയാൽ എന്നിട്ട് ഇതും കുത്താം. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡും ഇങ്ങനെ കുത്താം. തേർഡ് പെറ്റലും ഇങ്ങനെ കുത്താം. ഫോർത്ത് പെറ്റലും ഓക്കെ. അതിനുശേഷം ഏത് കളർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ യൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ഡിസൈൻ കൊടുക്കുകയെന്ന് വെച്ചാൽ ഇങ്ങനൊരു ഡിസൈൻ ചെയ്ത് കണ്ടില്ലേ? ഇഷ്ടമായോ എല്ലാവർക്കും? അപ്പോൾ ഇത് 4 പെറ്റൽസ് ആയിട്ടുള്ളത്. ഇനി ഒരു 5 പെറ്റൽസിൻ്റെ ഇത് തന്നെ കുറച്ചും കൂടി ഒരു മാറ്റമുള്ളത് ചെയ്ത് കാണിച്ചു തരാം. ഒരു 5 പെറ്റൽ സെയിം തന്നെ എടുക്കുക. 2 3 5 പെറ്റലെടുത്ത്
കറക്റ്റായിട്ടുള്ള ഒരു പൈപ്പറ്റില്ല കിട്ടി. അങ്ങനെ ചെയ്തിട്ട് സെയിം തന്നെ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഇതുപോലെ പൈപ്പറ്റൽ കട്ട് ചെയ്ത് അതിനെ നമ്മൾക്ക് ഒരു ഇതുപോലെ കട്ട് ചെയ്യാം. ഇതിനൊരു ഷേപ്പ് ചെയ്തതിനാണ് ഡിഫറെൻ്റ് ആക്കാൻ, ഫ്ലവർ ഡിഫറെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതുപോലെ സിഗ്സാഗ് പോലെ ചെയ്യാം. ഓക്കെ, ഇതുപോലെ 5 പെറ്റൽസും ഇതുപോലെ ചെയ്ത് സെയിം മെത്തേഡ് തന്നെ, ഡിഫറെൻ്റ് എന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് സെയിം, അത് സെയിം തന്നെയാണ് ഫ്ലവർ. ഇതുപോലെ തന്നെ ഒരു പീസ് എടുത്ത്, ഇതുപോലെ തന്നെ ഒരു കുക്കുംബറിൻ്റെ പീസ് എടുത്ത് സപ്പോർട്ട് ചെയ്ത് അതിന് മുകളിൽ ഒരു ലീഫ് കൊടുത്ത്, ഇത് കുക്കുംബർ കൊണ്ട് ഉണ്ടാക്കിയ ലീഫാണ്. എന്നിട്ട് ഈ ഫ്ലവർ ഇതുപോലെ കുത്തി കൊടുക്കുക. ഓപ്പോസിറ്റ് കുത്തരുത്. നമ്മങ്ങനെ 5 പെറ്റൽ വെക്കേണ്ട തരത്തിൽ കുത്തി വെക്കണം. അതുപോലെ എല്ലാം കുത്തിയതിന് ശേഷം നമ്മൾക്കൊരു ഇത് മത്തങ്ങയുടെ ഒരു പീസ് അത് കുത്തി വെക്കാം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായ? അപ്പോൾ ഇത് രണ്ടും ഫ്ലവറാണ്. ഈ 2 ഫ്ലവറാണ് നമ്മളൊന്ന് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ 2 ഫ്ലവർ ഇതാണ്. ഒന്ന് 5 പെറ്റൽ വെച്ച് ഡിസൈൻ ചെയ്തിട്ട് ഒരു ഫ്ലവറും, പിന്നെ ഒന്ന് 4 പെറ്റൽ വെച്ച് പ്ലെയിൻ ആയിട്ടുള്ളത് ഒരു ഫ്ലവറും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. പിന്നെ അതുപോലെ തന്നെ കമൻറ്റ്സ് ബോക്സിൽ കമൻറ്റൊക്കെ ചെയ്യണം എല്ലാവരും. എന്തെങ്കിലും ഇനി വ്യത്യാസങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അതൊക്കെ പറഞ്ഞു തരണം. ഓക്കെ, ഇനി അടുത്ത ഫ്ലവർ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.